ಹಾಯ್ ಗೈಸ್, ಉಡನ್ ಫಿಶಿಂಗ್ ವಿಡಿಯೋಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ಆಮೇಲೆ ಇವಾಗ ನನ್ನ ಹತ್ರ ಕರಾಗ್ ಒಂದು ಫ್ರಾಗ್ ನಮ್ಮ ಅಜ್ಜಿ ಬ್ರೋ ಕೊಟ್ಟಿದ್ದಾರೆ. ಆಮೇಲೆ ಈ ಒಂದು ಫ್ರಾಗಲ್ಲಿ ಸುಮಾರು ಒಂದು 60 ಮೀನು ಹಿಡಿದಿರ್ತೀನಿ. ಇವಾಗ ಫ್ರಾಗ್ ಸ್ವಲ್ಪ ಹೋಲ್ಸಾಗಿ ಡ್ಯಾಮೇಜ್ ಆಗಿದೆ, ಓಕೆನಾ. ಇವಾಗ ಇವರು ನನಗೆ ಒಂದು ಗಿಫ್ಟ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಇದರಲ್ಲಿ ಏನು ಸಿಗುತ್ತೆ ಅಂತ ನೋಡೋಣ ಬನ್ನಿ. ಇವರು ಅಜ್ಜಿ ಶೋ ಕೇರಳದಿಂದ ಬಂದಿದ್ದಾರೆ, ನಮ್ಮ ಬ್ರದರು. ನೀವು ನೋಡಿರ್ತೀರ, ಇವ್ರ ಸೆಲೆಕ್ಷನ್ನೇ. ಫಸ್ಟ್ ಏನು ಫಿಶಿಂಗ್ ಮಾಡಬೇಕಂತ ಕೇಳಿದೆ. ಚೆನ್ನಾಗಿ ಸ್ಟಾರ್ಟ ಹೊಡಿಬೇಕು, ಒಳ್ಳೆ ಸೈಜ್ ಹೊಡಿಬೇಕಂದ್ರು. ಇವ್ರ ಸೆಲೆಕ್ಷನ್ಗೆ ಬಿಡ್ತೀನಿ. ಇವಾಗ ಕಾಸ್ಟಿಂಗ್ ಸ್ಟಾರ್ಟ್ ಮಾಡೋಣ. ಏನು ಸಿಗುತ್ತೆ ಅಂತ ನೋಡೋಣ, ಓಕೆನಾ. ಬನ್ನಿ ಹೋಗೋಣ. ಇದಕ್ಕೆ ಸಕ್ಕದಾಗಿ ಸಿಗುತ್ತೆ ಮೀನು. ಫಸ್ಟು ನೀವು ಮೀನು ಹೊಡೀರಿ, ಆಮೇಲೆ ನಾನು ನಿಮ್ಮನ್ನ ಕೇಳ್ತೀನಿ. நம்ம ஃபர்ஸ்ட் கேட்ச் சூப்பர். பாருங்க, ஹெவி ஸ்னேக் இது. நம்ம CMX தான். ஓகே, பார்க்கலாம். பிளேயர் ஃபஸ்ட்டு கேட்ச் ஆயிடுச்சு, போனி ஆயிடுச்சு. സൈസ്. ഇത് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഹരീഷാണ്. നമ്മൾ സഖാൻ്റെ കൂടെ ഫിഷിങ്ങിന് വന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പോട്ടാണ്. ജസ്റ്റ് ഒന്ന് സ്പോട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഫുള്ളും താമരയായിട്ട് അടിപൊളിയാണ് സ്പോട്ട് കാണാൻ തന്നെ. അത്യാവശ്യം അവിടെ ഇങ്ങനെ ഓപ്പണിംഗ് എല്ലാം ഉണ്ട്. പിന്നെ ഇടയിലടിയിൽ ഓരോ താമരകൾ പൂത്തും നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ട് കാണാൻ സ്പോട്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മീൻ അടിക്കുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഒരു അത്യാവശ്യം ഒരു 6 എണ്ണം കയറി കഴിഞ്ഞു. സഖാണ് അപ്പുറത്തുണ്ട്. ഈ 6 എണ്ണം കയറിയിൽ ക്യാമറമാൻ ആദ്യം അവിടെ ആയിരുന്നു. ഫസ്റ്റത്തെ ക്യാച്ച് മാത്രം കിട്ടിയായിരുന്നു. പിന്നെ
പിന്നെ ഇതാ ഇപ്പോഴത്തെ ക്യാഷിനാണ് എടുക്കാൻ വന്നത്. ഓൾറെഡി വന്നപ്പോൾ തന്നെ കുറച്ച് കൊണ്ടുപോയി. പിന്നെ ഇത് സൂപ്പറായിട്ട് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, മീനും ബാക്ക് ടു ബാക്ക് തട്ടി സ്ട്രൈക്ക്. നമ്മൾ താമരൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രോഗ് വരുന്ന സമയത്ത് തട്ടി തെറിപ്പിക്കുന്ന ഫീൽ ഉണ്ടല്ലോ, സൂപ്പറാണ്. ഇതിപ്പോൾ വന്നിട്ട് ഇത് 4ാമത്തെ മീൻ. ഓൾറെഡി സഗാൻ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയിലെല്ലാം ഹെവിയാണ്, എല്ലാം നല്ല മീനുകളാണ്, കണ്ടില്ലേ. ഇതുപോലത്തെ മീനുകൾ സൂപ്പറായി അടിക്കുക. നമ്മുടെ CMX ഫ്രോഗ് ഇരിക്കാൻ അങ്ങനെ വയലകത്തോളം സൂപ്പർ ഫിഷിങ്. ഹുക്ക് റിമൂവ് ചെയ്തിട്ട് അടുത്ത കാസ്റ്റിൽ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് കുറച്ച് വിഷമിച്ചാവുന്നതാണ്. മഴയുടെ മൂടപ്പൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ നമുക്ക് അത്യാവശ്യം മീൻ പിടിക്കാൻ പറ്റുന്നത് നമുക്ക് പിടിച്ച ഇവിടുന്ന് സ്ഥലം കാലിയാക്കാന്നുള്ളത്. ഇതാണ് അത് നമ്മളവിടുത്തെ പോലെ അല്ല, കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഒരു പീകോക്ക് ഷെയ്ഡൊക്കെ അത്യാവശ്യം നല്ല പോലെ കയറി വരുന്നുണ്ട്. നോക്കാം, ഇനി അടുത്ത മീൻ നോക്കാം. ഓൾറെഡി ഇവിടെ നിന്ന് അത്യാവശ്യം 3 മീൻ അടിച്ചെടുക്കും. എല്ലാം ഈ താമരച്ചണ്ടിൻ്റെ ഈ താമരയുടെ ഇലയുടെ അടിയിൽ നിന്ന് അടിക്കണ ആ അടിയിൽ ഫ്രോഗ് അങ്ങോട്ട് മുകളിൽ തെറിച്ചു. പിന്നെ ചെറിയ ഓപ്പനിങ്ങിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മീൻ കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. CMX ಕರಾಗಲ್ಲಿ ಫಸ್ಟ್ ಕ್ಯಾಚ್ ಚಿಕ್ಕದು. ಅವ್ರು ಅಲ್ಲಿದ್ದಾರೆ, ಅವರು 3 ಹೊಡೆದಿದ್ದಾರೆ ಗೈಸ್. ನಾನು ಫಸ್ಟ್ ಕ್ಯಾಚ್. ಇದು ರಿಲೀಸ್ ಮಾಡೋಣ ಗೈಸ್. ಇದು ಗೈಸ್ ಸೆಕೆಂಡ್ ಕ್ಯಾಚ್. ಕರಾಗ್ ವೈಟ್ ಕಲರ್ ಫ್ರಾಗ್. ಸುರೇಶ್ ಅವರು ಒಂದು ಮೀನು ಹೊಡೆದಿದ್ದಾರೆ. ಮೀನು ಹೋಗಿ ಗಿಡಕ್ಕೆ ಸಿಕ್ಕಾಕೊಂಡಿದೆ, ಅದು ಹೋಗಿ ಎತ್ಕೊಂಡು ಬರ್ತೀನಿ ಗೈಸ್. ಮೀನಿಗೆ ಸರಿನಾ ರೆಕಾರ್ಡಿಂಗಾ? ಇದ್ದಾನೆ ಸುರೇಶ್ ಬೈ ಕ್ಯಾಚ್. ಸುರೇಶ್ ಬೈದು ಫಸ್ಟ್ ಕ್ಯಾಚ್. ಸರಿಂಗೋ ಅಡಿಪೊಳಿ ಗೈಸ್. ಎತ್ಕೊಂಡು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಮೀನು ಖಂಡಿತ ಹೋಗ್ತಾ ಇತ್ತು.
ಸಿಗ್ತಾ ಇರಲಿಲ್ಲ. ரெடி ரிமூவ் பண்ணிருங்க. CMXL தான் பிடிச்சது. ഗൈസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആ ഭാഗത്ത് മീൻ അടിച്ചൊന്നും അവിടെ നിന്ന് ജസ്റ്റ് മാറി ചെറിയൊരു തളം കാണിച്ചിട്ട് ചെറിയൊരു തളം ജസ്റ്റ് ഫസ്റ്റ് കാസ്റ്റ് അതിൽ തന്നെ മീൻ അത്യാവശ്യം ഹെവി. ഇവിടെ അടിക്കണതെല്ലാം ഹെവിയാണ്. അതാണ് സഗാൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു കിലോ 1.5 കിലോ ആ റേഞ്ച്. നേരത്തെ അടിച്ചായിരുന്നു അത്യാവശ്യം കുറച്ച് ഹെവി ആയിരുന്നു. അതെങ്ങനെ രണ്ടിൻ്റെ അടുത്തുണ്ടാവും. ഇതിനെന്തായാലും നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് സഗാൻ്റെ പേഴ്സണൽ സ്പോട്ടാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയെന്ന് വിചാരിക്കും. മീനടിച്ചിട്ടേ നമുക്ക് ഈ ഹുക്ക് റിമൂവ് ചെയ്യാൻ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അടുത്ത മീൻ നമ്മൾ അടിച്ചു. ഇവനും ഈ കൂട്ടത്തിൽ കിടക്കട്ടെ. ഇങ്ങോട്ട് പോടാ. ഇതാണ് ഇപ്പം അടിച്ച മീൻ. കണ്ടില്ലേ, ഏകദേശം കണ്ടില്ലേ, എല്ലാം സെയിം സൈസിൽ ഒരു കുറവുമില്ല. അത്യാവശ്യം നല്ല ഫൈറ്റുമാണ്. പിന്നെ CMX ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വലിച്ച് ഹുക്കപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പിടിച്ച് വലിച്ചാൽ മതി. നമ്മൾ റിട്രീവ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ തന്നെ മതി. അത്യാവശ്യം മീൻ നല്ല പോലെ കയറുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രോഗ്. കറക്റ്റ് ആ പുല്ലിൻ്റെ മുകളിൽ എത്തിയപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് അവൻ നമുക്കിപ്പോൾ പിടിക്കാം. അടിപൊളി ഹെവി ബാക്ക് ടു ബാക്ക് മീൻ അടിക്കുക എന്ന് പറഞ്ഞതാണ്. ഒരു കാസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത 2 കാസ്റ്റിൽ അടുത്ത മീൻ അടിക്കും. അത് നോക്കിയേ, അവൻ്റെ വായിക്കകത്തൊന്ന് പോയതാ. ഈ സിലോപ്പിയൊക്കെ അടിച്ചിട്ടും അവൻ ഈ ഫ്രോഗിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം വിശപ്പായിരിക്കും അവന്. അവൻ്റെ വിശപ്പെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതല്ലേ, അതും CMX. ആള് ജഗജില്ലാടി ഫ്രോഗാണ്. നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്യുക ആദ്യം. ഇതാണ് ഇപ്പോൾ ഓൾറെഡി ഗ്രിപ്പിൽ 2 ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കില്ല എന്ന് മാത്രം. ഗ്രിപ്പെന്ന് അടുത്ത മീൻ. ഇനി വീണ്ടും കാസ്റ്റിംഗ് ബാക്ക് ടു ബാക്ക്. ഇപ്പം നമ്മൾ ഓൾറെഡി 3 അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്നേക്ക് ക്യാച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റാക്കോ CMXൻ്റെ ഇട്ടേ ഉള്ളൂ. ആളെ പോലെയാ 2 മീൻ ഇപ്പം തന്നെ അടിച്ചായി. മോനെ അങ്ങോട്ട് കിടക്കറ. ഇനി ഫിഷിങ്. നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അത്യാവശ്യം. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈഫ്, കിരേട്ടൻ, അങ്ങനെ കുറച്ച് പേര്, നിഷാദ്, അരുണ്, നമ്മുടെ കുട്ടു, അപ്പു, എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഈ ക്യാച്ചസ്. അവർക്കാർക്കും വരാൻ പറ്റിയിട്ടില്ല. സ്പെഷ്യലി താങ്ക്സ് ടു കിരേട്ടൻ. നമ്മൾ കുറച്ചും കൂടെ ഫ്രോഗ് മാറ്റിയിട്ടാണ്, വേറെ ഒന്നല്ല. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങണം. ഇത് ചെറിയ ഫ്രോഗ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത് വല്ല സ്ട്രൈക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലി അപ്പം യൂസ് ചെയ്യാൻ പറ്റും. പടപടയെന്ന് മിസ്സായി അപ്പം തന്നെ കയറിക്കോളും. കുറച്ചും കൂടെ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ മോഡൽ തന്നെ ഇട്ടിട്ടുണ്ട് കരാർ. ഇതൊരു ചെടിയുടെ മേലായിരുന്നു ഫ്രോഗ്. മീൻ വന്ന് താഴെന്ന് തട്ടിയിട്ട് പോയി. ജസ്റ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ എങ്ങാനും വായിലുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഒന്നും കൂടെ നമ്മൾ നോക്കാം. മീൻ അവിടെ തന്നെ ഉണ്ട്.
ഇവൻ കുറച്ചും കൂടെ സൂപ്പറാണ്. അത്യാവശ്യം പെട്ടെന്ന് ഉള്ളിൽ കയറി എടുത്തോളും. നമുക്ക് നോക്കാം. എവിടെ നിന്നൊരു സ്ട്രൈക്ക് നല്ലപോലെ കിട്ടിയായിരുന്നു. കയറാതിരുന്നു. ശരി, ഇവൻ എന്തായാലും നമ്മൾ എടുത്തേക്കാണ്. ಗೈಸ್ 11 ಗಂಟೆ ಆಗ್ತಾ ಇದೆ. ಫುಲ್ ಫಿಶಿಂಗ್ ಸಖತ್ತಾಗಿತ್ತು ಇವತ್ತು. ನಾನು ಅಜ್ಜಿನ ಬಂದ್ಬಿಟ್ಟು ಫ್ರೀಯಾಗಿ ಬಿಟ್ಬಿಟ್ಟೆ, ನೀನು ಎಲ್ಲಾದರೂ ಹೋಗಿ ಫಿಶಿಂಗ್ ಮಾಡಂತ. ಅವ್ರಿಗೆ ಏನು ಡಿಸ್ಟರ್ಬ್ ಕೊಟ್ಟಿಲ್ಲ, ಎಲ್ಲಾದರೂ ಹೋಗಿ ಜಾಲಿಯಾಗಿ ಏನಾದರೂ ಮಾಡ್ಕೊಂತ. ಇವಾಗ ಟೋಟಲ್ ಮೀನು ಇವಾಗ 11 ಗಂಟೆ ಆಗ್ತಾಯಿದೆ ನೋಡಿ, ಇನ್ನು 10 ನಿಮಿಷ ಇದೆ. ಇನ್ನು ನಾಷ್ಟ ಏನೂ ಮಾಡಿಲ್ಲ. ನಾನು ಮೀನು ತೋರಿಸ್ತೀನಿ. ನೋಡಿ ಗಾಯ್ಸ್, ಗೈಸ್ 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 10 11 12 13 15 இருக்கா? கவுண்ட் பண்ணு. ಗೈಸ್ 14 ಮೀನಿದೆ. 14 ಮೀನು ಹಿಡಿದೆ. ನಾನು ಒಂದು 4 ಮೀನು ಹೊಡೆದಿರ್ತೀನಿ, ಮಿಕ್ಕಿದ್ದೆಲ್ಲ 10 ಮೀನು ಅಜ್ಜಿ ಹೊಡಿತಿದ್ದಾರೆ. ಅವ್ರನ್ನ ಕೇಳೋಣ എക്സ്പീരിയൻസ് ಹೆಂಗಿದೆ ಅಂತ. അജി ബ്രോ ಹೆಂಗಿದೆ? സൂപ്പർ. നമ്മളിന്ന് വന്നതിൽ നാടൻ വരെ നല്ല സ്പോട്ട്, പിന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗി പറഞ്ഞ പോലെ ഈ താമര അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ മീൻ അടിച്ചായിരുന്നു. ബാക്ക് ടു ബാക്ക് ആയിരുന്നു മീൻ. ഒരെണ്ണം അടിച്ച് നമ്മൾ ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞ് അടുത്ത കാസ്റ്റിൽ അടുത്ത് വീണ്ടും അടി ಅಟ್ಟಿ ಎಂದು പറഞ്ഞാൽ പോരെ. ಸೆಕೆಂಡ್ ಬೆಸ್ಟ್ ಸ್ಪೋರ್ಟ್. ಸೂಪರ್. ಇಷ್ಟು ಮೀನು ಹೊಡೆದಿದ್ದೀರಲ್ಲ, ಹೆಂಗಿದೆ? ಹ್ಯಾಪಿನಾ? ಹ್ಯಾಪಿ. ಇವ್ರು ಕೇಳಿದ್ದು ಅದು ನೀವು ನೋಡಿರ್ತೀರಾ, ಚೀಟಿನಲ್ಲಿ ಬರೆದ್ಬಿಟ್ಟು 3 ಫಿಶಿಂಗ್ ಬರೆದು ಅವ್ರು ಸೆಲೆಕ್ಟ್ ಮಾಡಿದ್ರು. ಫಸ್ಟು ಅವ್ರಿಗೆ ಸ್ನೇಕ್ ಹೆಡ್ ಬಂತು, ಚೆನ್ನ ಸ್ಟಾರ್ಟ ಬಂತು. ಅದಕ್ಕೆ ಅವ್ರಿಗೆ ಬಿಟ್ಬಿಟ್ಟೆ ನಾನು. ಜಾಲಿನಾ? ಸೂಪರ್. നല്ല ಫಿಶಿಂಗ್ ಆಯ್ತು. ಓಕೆ, ಯಾಕಂದ್ರೆ ಇದು ಬಂದ್ಬಿಟ್ಟು ಈ ಜಾಗಕ್ಕೆ ಮಾತ್ರ, ಇಷ್ಟು ದಿನ ವಿಡಿಯೋ ನೋಡಿರ್ತಾರಲ್ಲ, ಈ ಜಾಗಕ್ಕೆ ಮಾತ್ರ ಇಷ್ಟು ಬಂದಿದೆ. ಇನ್ನೂ ಆ ಕಡೆಗೆ ಏನು ಹೋಗ್ಲಿಲ್ಲ. ಓಕೆನಾ? ಇನ್ನೊಂದು ಬಂದ್ಬಿಟ್ಟು ಫಿಶಿಂಗ್ ಬರೋವ್ರಿಗೆ ಬಂದ್ಬಿಟ್ಟು ಅವ್ರಿಗೆ ಫ್ರೀಯಾಗಿ ಬಿಟ್ಬಿಡ್ಬೇಕು. ನಾವು ಕರ್ಕೊಂಡು ಹೋಗ್ಬಿಟ್ಟು ಈ ಸ್ಪಾಟಲ್ಲೇ ಆಡಬೇಕು, ಆ ಸ್ಪಾಟಲ್ಲೇ ಆಡ್ಬೇಕಂತಲ್ಲ. ಫ್ರೀಯಾಗಿ ಬಿಟ್ಬಿಟ್ರೆ ಅವ್ರ ಪಾಠಕ್ಕೆ ಜಾಲಿಯಾಗಿರ್ತಾರೆ. ಯಾಕಂದ್ರೆ ಅವ್ರಿಗೆ ಟೆನ್ಷನ್ ಇರಬಾರ್ದು. ಓಕೆನಾ? ಓಕೆ, ಕಂಟಿನ್ಯೂ ಮಾಡೋಣ. ನಾಷ್ಟ ಏನು ಮಾಡಿಲ್ಲ, ಇವಾಗ ನಾಷ್ಟ ಮಾಡಿಬಿಟ್ಟು ಕಂಟಿನ್ಯೂ ಮಾಡ್ತೀನಿ. ಆಮೇಲೆ ಇನ್ನೊಂದು ಬೈಟ್ ಕಾಸ್ಟಿಂಗ್ ರಾಡ್ ತೊಗೊಂಡು ಬಂದರೆ ಅದ್ರ ಬಗ್ಗೆ ಹೇಳ್ತೀನಿ. ಅಲ್ಲಿ ಹೋಗ್ಬಿಟ್ಟು ಹೇಳ್ತೀನಿ ಗೈಸ್. ಓಕೆ, ಡನ್.